ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒരു സ്ലീവ് നല്ല ഭംഗിയായിട്ട്, അതായത് സിമ്പിളായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസിൽ ആദ്യം മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ നെക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. ചെറിയ ചെറിയ സിമ്പിൾ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് മാത്രം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ചെറിയ നീഡിൽ എടുക്കുക. അപ്പം ഗോൾഡൻ ചെയ്യുമ്പോൾ നമുക്ക് കഴിവതും ഗോൾഡൻ കളറുള്ള നൂല് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ചെയ്യാനുള്ളത്, ഞാൻ ഇതിനകത്ത് ഒരു വലിയ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഏതാണോ നമ്മളൊരു വലിയ ബീഡ്സ് എടുക്കുന്ന അത് സെൻറ്ററിൽ വയ്ക്കാനാണ് എടുക്കുന്നത്. അതിനോട് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ബീഡ്സുകൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഈ ബീഡ്സിൻ്റെ തൊട്ടടുത്ത ബീഡ്സാണ് ചെറിയ ബീഡ്സ് എടുത്തേക്കുന്നത്. ഇതുപോലെ നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഈ കാണുന്ന വലിയ ബീഡ്സ് ഇതുപോലെ സൂചിയിൽ കോർത്ത് നമ്മളതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, ഇതുപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമ്മൾ കുത്തി താഴോട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എടുത്ത അതേ പോയിന്റിൽ നമ്മൾ സൂചി വീണ്ടും എടുക്കണം. എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മുടെ ബീഡ്സിനകത്തൂടെ ഈ നീഡിൽ കടത്തിവിട്ട് സെയിം പ്രോസസ്സിൽ പോലെ തന്നെ സെയിം ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ താഴ്ത്തി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റ ഇതിൽ ചെയ്യുമ്പോൾ ഒരു ആട്ടം കാണും, ഇങ്ങനെ ബീഡ്സിനൊക്കെ ഒരു ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. എന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ആദ്യം ആ രണ്ടെണ്ണം കുത്തിയ ആ ഭാഗത്തു നിന്ന് ഇതുപോലെ നീഡിലെടുത്തിട്ട് നമ്മൾ ചെറിയ ബീഡ്സ്, ഈ കാണുന്ന ചെറിയ ബീഡ്സ്, അപ്പോൾ 8 ബീഡ്സോളം എനിക്കിതിൽ ആവശ്യമുണ്ട്. നമുക്ക് ഓരോ ബീഡ്സിൻ്റെ സൈസ് അനുസരിച്ചാണ് എത്ര ബീഡ്സ് വേണമെന്ന് നോക്കണം. നമ്മൾ ചുറ്റി നോക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ഈ 8 ബീഡ്സും ചെറിയ ബീഡ്സ് കോർത്തെടുക്കുകയാണ്. നീഡിൽ കോർത്തെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ഒന്ന് ചുറ്റി വെച്ച് നോക്കണം. അതായത് നമുക്ക് റൗണ്ട് കറക്റ്റായോ, ആ ഫ്ലവറിൻ്റെ അതേ ഇത് കറക്റ്റ് ബീഡ്സ് ചുറ്റി വന്നോ എന്നുള്ളത് നോക്കുക. അതായത് ഇപ്പോൾ ഞാൻ 8 ബീഡ്സാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ 8 ബീഡ്സ് ഇതുപോലെ നല്ല ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ചുറ്റി പതിയെ ചുറ്റി എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നല്ല ടൈറ്റ് ആക്കുവാണെങ്കിൽ കയറി ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മൾ ആദ്യം എടുത്ത ഭാഗം, ആ ഭാഗത്ത് തന്നെ ഇതുപോലെ വെച്ച് താഴ്ത്തി നമ്മൾ നീഡിൽ താഴ്ത്തി കൊടുക്കണം. അതാ കണ്ടോ, ഇതുപോലെ വലിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നമ്മൾ 8 ബീഡ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ 4 ബീഡ്സ് വരുന്ന ഭാഗത്ത് ഇതുപോലെ നീഡിൽ പൊക്കി എടുക്കണം. എടുത്തതിന് ശേഷം ആ ഒരു ട്വൈൻ വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ട്വൈൻ്റെ അകത്തൂടെ ഇപ്പുറത്തോട്ട്, ഇപ്പം നമ്മൾ വെളിയിലാണ് എടുത്തേക്കുന്നത്, ഇനി ആ ട്വൈൻ്റെ അകത്തൂടെ നമ്മൾ ഇതുപോലെ നീഡിൽ താഴ്ത്തി അതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതാ കണ്ടോ, ഇനി ഇത് നമുക്കങ്ങനെ ഓടത്തില്ല. ഇനി നമ്മൾ ചെയ്യാനുള്ള, ഇപ്പം നമ്മൾ 4ആയിട്ട് ഭാഗിച്ചല്ലോ, ഇനി നമ്മൾ ഈ 4ൻ്റെ പകുതി എടുക്കുക, അതായത് 2ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ ഈ ഭാഗത്താണ് വരുന്നത്. ഈ ഭാഗത്ത് ഇതുപോലെ നീഡിലെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തോട്ട് വെച്ചിട്ട് നമ്മൾ ആ നീഡിൽ വെച്ച് ഒന്ന് താഴ്ത്തിയതിന് ശേഷം നല്ലപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും 4 വരുന്നുണ്ട്. അപ്പം അതിൻ്റെ പകുതി, അതായത് 2 ബീഡ്സ് കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ നീഡിലെടുക്കുക. എന്നിട്ട് ഇൻസൈഡിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾ അടിയിൽ നല്ലപോലെ കെട്ടിട്ട് കൊടുത്ത് അതിനെ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് എത്ര ശ്രമിച്ചാലും ഇത് ഇളകി പോകത്തില്ല. നമുക്ക് ഈ നീഡിൽ, അതായത് ഈ ബീഡ്സ് എത്ര കാലം ഇങ്ങനെ ഇരുന്നാലും ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്